ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി PSC ലേണേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 6/2014 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.7 പ്ലസ് 0.77 പ്ലസ് 0.777 പ്ലസ് 0.7777ന്റെ തുക എത്ര? ഇതെന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുൻപൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വരാം? ആദ്യം തന്നെ 0.7 0.77 0.777 0.777 ഇതാണ് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്പർ ഇല്ലാത്തടത്തെല്ലാം 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. ഇവിടെ 14 4 ബാക്കി 1 വരും. അടുത്ത നമ്പർ ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 വരും. ഇവിടെ 3 വരും. 3.0247 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആൻസറുകളൊക്കെ തെറ്റുണ്ട്. ഇത് എക്സാം എഴുതിയ കുട്ടി മാർക്ക് ചെയ്തേക്കുന്നതാണ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 3.0247. അടുത്ത ക്വസ്റ്റ്യൻ 1/3 ഏത് ദശാംശ സംഖ്യയുടെ ഭിന്നക രൂപമാണ്? ഇതെന്താ ചെയ്യണ്ടേ? 1/3 ഇത് ഒരു ഭിന്നസംഖ്യ വന്നിട്ടുണ്ട്, അതിന് ദശാംശ രൂപമാക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കിയാൽ മതി. 1നെ 3 കൊണ്ട് ഹരിച്ചു നോക്കണം. 1നെ ഹരിക്കാൻ പറ്റില്ല, അപ്പോൾ പോയിന്റ് ഇടാം. 10 10ൽ എത്ര പ്രാവശ്യം? 3 3 × 3 9. വീണ്ടും റിമൈൻഡർ 1 വരും. 0 ചേർത്ത് കൊടുക്കുക. 3 ഇങ്ങനെ പോകും. പോയിന്റ് 3 3 3 3 എന്ന് വരും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മത്സര പരീക്ഷയിൽ 400 ആളുകളിൽ 300 പേർ ജയിച്ചാൽ വിജയ ശതമാനം എത്ര? വിജയ ശതമാനം എങ്ങനെയാണ് നമ്മൾ കാണാം? വിജയിച്ച ആളുകളുടെ എണ്ണം ബൈ ആകെ ആളുകൾ × 100. അപ്പോൾ ഇവിടെ വിജയിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട് എത്രയാന്ന്? 300 ആണെന്ന് തന്നിട്ടുണ്ട്. ആകെ ആളുകൾ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 400 ആണെന്ന് തന്നിട്ടുണ്ട്. × 100 ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വിജയ ശതമാനം കാണാൻ പറഞ്ഞാൽ വിജയിച്ച ആളുകളുടെ എണ്ണം ബൈ ആകെ ആളുകൾ × 100. ഇവിടെ നമ്മൾക്ക് ഈ സീറോകൾ ക്യാൻസൽ ചെയ്യാം. 4 100ൽ 25 പ്രാവശ്യം 3 × 25 എന്ന് പറഞ്ഞാൽ 75. അപ്പോൾ 75% വിജയ ശതമാനമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 5 10 15 20, x എന്നീ അളവുകളുടെ ശരാശരി 18 ആയാൽ എക്സിന്റെ വില എന്ത്? ശരാശരി നമ്മൾ എങ്ങനെയാ കാണാം? ശരാശരി ഇവിടെ തന്നിട്ടുണ്ട് 18 ആണ്. 5 നമ്പറുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ഈ 5 നമ്പറുകളുടെ തുക ബൈ 5 ആണ്. അപ്പോൾ ഇതെല്ലാം പ്ലസ് ചെയ്യണം. 5 + 10 + 15 + 20 + x. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 50 ആണ് കിട്ടുക. 50 + x എന്നാണ് വരാം. 50 + x. അപ്പോൾ ഈ നമ്പറിന്റെ തുക ബൈ എണ്ണം സമമാണ് ശരാശരി. ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18 ആണ്. അപ്പോൾ 50 + x എന്ന് പറഞ്ഞാൽ 18 × 5 എത്രയാ? 90 എന്ന് കിട്ടും. അതായത് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ്, ഇവിടെ പ്ലസ് 50 ആണ്, 90 മൈനസ് 50 വരും. 90 മൈനസ് 50 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 40 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2p² = 20 ആയാൽ പിയുടെ വില ആകാവുന്നത് ഏത്? ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 2p² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? 2p എന്ന് എഴുതാം. സമമാണ് 220 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ താഴെയുള്ള നമ്പർ 2 തന്നെയാണ്. ഇവിടെയും 2 ആണ്. അപ്പോൾ അതിൻ്റെ പവറുകൾ നമുക്ക് കമ്പയർ ചെയ്യാം. 2p എന്ന് പറഞ്ഞാൽ 20 ആണെന്ന് എഴുതാം. p എന്ന് പറഞ്ഞാൽ എത്ര വരാം? 20/2 വരും. 10 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ -100 -96 -92 , etc. തുടങ്ങിയ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര?
പൊതുവ്യത്യാസം കാണാനുള്ള ഫോർമുലയാണ്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ കാണുക. രണ്ടാം പദം മൈനസ് ആദ്യ പദം. ഇവിടെ രണ്ടാം പദം എന്ന് പറഞ്ഞാൽ -96 മൈനസ് -100. -100 എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലസ് ആക്കാം. -96 + 100 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ. ഇവിടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. 100ൽ നിന്ന് 96 പോയാൽ 4. വലിയ നമ്പറിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ ചുറ്റളവുള്ള വൃത്തം, ചതുരം, സമചതുരം, പഞ്ചഭുജം തുടങ്ങിയവയിൽ ഏറ്റവും കൂടുതൽ പരപ്പളവ് ഏതിനാണ്? ഏതിനായിരിക്കും? വൃത്തത്തിനായിരിക്കും. കാരണം ഇതിൻ്റെ വശം കൂടുന്തോറും നമ്മൾക്ക് ചുറ്റളവ് ഇങ്ങനെ, ഇപ്പോൾ ഇവിടെ ചതുരത്തിന് 4 വശം, സമചതുരം 4, പഞ്ചഭുജവും 5, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചുറ്റളവ് ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 തന്നേക്കണമെങ്കിൽ ചതുരം ആകുമ്പോൾ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. വീണ്ടും 5 വശമാകുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചെറുതായാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് വിസ്തീർണം കണ്ടു കഴിഞ്ഞാൽ ആ ഉത്തരം ചെറുതായി കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിവിടെ ആൻസർ വരുന്നത് വൃത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, A:B = C:D ആയാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? നമുക്കറിയാം A:B = C:D എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറ്? A/B = C/D എന്ന് നമുക്ക് ഇതിനെ എഴുതാം. അത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, A/B. അപ്പോൾ ഇത് ശരിയാണ്. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് എഴുതാൻ വേണമെങ്കിൽ AD = BC എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. അല്ലെങ്കിൽ ഈ C ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ A/C = B/D എന്ന് എഴുതാം. അപ്പോൾ ഇതും ശരിയാണ്. പക്ഷെ ഈ ഒരു സാധനം AD = BCക്ക് പകരം അവർ തെറ്റായിട്ട് AB = CD ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പറ്റില്ല. ഇതിനെ എങ്ങനെ മാറ്റി എഴുതിയാലും അതുപോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ തെറ്റായ ഓപ്ഷനാണ്. ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കണേ. ബാക്കി 3 ശരിയാണ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 12 പേനയുടെ വിറ്റ വിലയും 16 പേനയുടെ വാങ്ങിയ വിലയും തുല്യമാണ് എങ്കിൽ ലാഭം എത്ര ശതമാനമാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്രയെങ്കിലും ഒരു സാധനം വിറ്റ വില അതേ സാധനം തന്നെ വേറൊരു നമ്പർ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ്. ഇപ്പോൾ ഇവിടെ 12 പേനയുടെ വിറ്റ വില എന്ന് പറയുന്നത് 16 പേനയുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ലാഭം കാണാനുള്ള ഫോർമുല, ലാഭ ശതമാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേനയുടെ വാങ്ങിയ വില മൈനസ് ഈ പേനയുടെ വിറ്റ വില ബൈ വിറ്റ വില ഇൻറ്റു 100 ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്? പേനയുടെ വാങ്ങിയ വില മൈനസ് വിറ്റ വില ബൈ വിറ്റ വില ഇൻറ്റു 100. അപ്പം ഇവിടെ എന്താ വരാ? വാങ്ങിയ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 മൈനസ് വിറ്റ വില എന്ന് പറഞ്ഞാൽ 12 ബൈ വിറ്റ വിലയാണ്. വിറ്റ വില നമുക്കറിയാം 12 ഇൻറ്റു 100 വരാം. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ 16 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 4/12 എന്ന് വരും. 4/12 ഇൻറ്റു 100, 4 12ൽ 3 പ്രാവശ്യം 100/3 എന്ന് കിട്ടും. അപ്പം ആൻസർ വരുന്നത് 100നെ 3 കൊണ്ട് ഹരിച്ചാൽ 33, 1/3. അടുത്ത ക്വസ്റ്റ്യൻ, 2500 രൂപ 12% സാധാരണ പലിശ കിട്ടുന്ന ബാങ്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന പലിശ എത്ര? പലിശ കാണാനുള്ള ഫോർമുല എന്താ? I = PNR/100. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2500 ഇൻറ്റു എന്ന് പറഞ്ഞ വർഷം, 3 വർഷത്തേക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 12% ബൈ 100. 2 സീറോകൾ ക്യാൻസൽ ചെയ്ത് പോകും. 25 × 3 × 12. 25 × 3 × 12 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയും വരാം? 900 ആൻസർ വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC Ldc സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.